Question ആണ് time taken in seconds by 3 different packing machines are given below. അപ്പോൾ 3 മെഷീൻസ് തന്നിട്ടുണ്ട് എ ബി സി ആൻഡ് ടൈം ടേക്കൺ ഇൻ സെക്കൻഡ്സ് തന്നിരിക്കുന്നു. എ എടുക്കുന്ന ടൈമുകൾ 4 ഡിഫറെൻറ്റ് സാമ്പിളുകളാണ്, 4 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. 4, 3, 5, 4. ബിയുടെ 3, 4, 4. സിയുടെ 6, 8, 8, 5, 7. ടെസ്റ്റ് വെദർ ദ മെഷീൻസ് ആർ ഈക്വലി എഫിഷ്യൻറ്റ്. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. എഫിഷ്യൻസി, മെഷീനുകളുടെ എഫിഷ്യൻസി ഒരേപോലെയാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ടൈം ടേക്കണിൻ്റെ ബേസിസിലാണ് എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരേ ടൈമാണോ എടുക്കുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ H0 ഇവിടെ പറയാൻ പോകുന്നത് H0 ദ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ. പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എഗെയിൻസ്റ്റ് H1 the population means are not equal. Population means are not equal. ഇതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോപ്പുലേഷൻ മീനുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയമാണ് എടുക്കുന്നത് എന്നും, H1 എന്ന് പറഞ്ഞാൽ ഒരേ സമയമല്ല എടുക്കുന്നതെന്നും. ഒരേ സമയമാണ് എടുക്കുന്നതെങ്കിൽ ദേ ആർ ഓൾ എഫിഷ്യൻ്റ് എന്നാണ്, ഈക്വലി എഫിഷ്യൻ്റ് എന്നാണ്. അല്ലെങ്കിൽ ദേ ആർ നോട്ട് എഫിഷ്യൻറ്റ്. പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈക്വലി എഫിഷ്യൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈക്വലി എഫിഷ്യൻ്റ് അല്ലെങ്കിൽ നോട്ട് ഈക്വലി എഫിഷ്യൻ്റ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുള്ള സമ്മുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് സമ്മുകൾ എഴുതി വെച്ചിട്ടുണ്ട്. 16, 11 ആൻഡ് 34 NIകൾ, അതായത് ഓരോന്നിലുമുള്ള സാമ്പിൾ വാല്യൂസ് 4, 3 ആൻഡ് 5 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. അപ്പം ആൽഫ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു 5% എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്നു. അപ്പം നൾ ഹൈപ്പോത്തസിസ് ഓൾട്ടർനേറ്റീവ് എഴുതി ആൽഫ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ കാൽക്കുലേഷനാണ് നടത്താൻ പോകുന്നത്. അപ്പം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ ജി കണ്ടുപിടിക്കണം. ജി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ജി ഈസ് ഈക്വൽ ടു 61 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ കറക്ഷൻ ഫാക്ടർ ആണ് വേണ്ടത്. കറക്ഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു G² ഡിവൈഡഡ് ബൈ N. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ N ഇസ് ഗിവൺ ആസ് 12 ആൻഡ് K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് 3യുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ G² ഡിവൈഡഡ് ബൈ N എന്ന് പറയുമ്പോൾ 61² ഡിവൈഡഡ് ബൈ 12 ആൻഡ് ദ ആൻസർ ഈസ് 310.08. ഇതാണ് നമ്മൾ കറക്ഷൻ ഫാക്ടർ. അപ്പം നമ്മൾ കറക്ഷൻ ഫാക്ടർ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സിൻ്റെ കാൽക്കുലേഷൻ നടത്തേണ്ടത്. അപ്പോൾ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് നോക്കാം. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഷനുകളെയും നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് കൂട്ടുക, എന്നിട്ട് കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുക. അപ്പം സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ എല്ലാ ഒബ്സർവേഷനും കൂടി കൂട്ടുമ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ 345 ആണ്. മൈനസ് ദ കറക്ഷൻ ഫാക്ടർ 310.08. ഇത് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 34.92. അപ്പോൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഇസ് 34.92. ഇനി വേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ TI² ഡിവൈഡഡ് ബൈ NI മൈനസ് കറക്ഷൻ ഫാക്ടർ. TI എന്ന് പറഞ്ഞാൽ ഓരോ ട്രീറ്റ്മെൻറ്റുകളുടെയും സമ്മാണ്. അതിനെ സ്ക്വയർ ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് മൈനസ് കറക്ഷൻ ഫാക്ടറാണ്. അപ്പോൾ അത് ഓരോ ട്രീറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ ചെയ്യണം. അപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25.45 എന്നുള്ള ആൻസറാണ് ഇവിടെ കിട്ടുന്നത്. 25.45. അവിടെ ഓരോ TI² നമ്മളെ ക്വസ്റ്റ്യനിൽ TI16² ഡിവൈഡഡ് ബൈ 4 മൈനസ് 11² ഡിവൈഡഡ് ബൈ 3 പ്ലസ് 34² ഡിവൈഡഡ് ബൈ 5. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ കിട്ടിയ ആൻസർ മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്യുമ്പോഴാണ് 25.45 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിരിക്കുന്നത്. ആൻഡ് നൗ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു TSS മൈനസ് SST. അപ്പം ദറ്റ് ഈസ് 34.92 മൈനസ് 25.45. അത് ചെയ്തപ്പം ദ ആൻസർ ഇസ് ഈക്വൽ ടു
9.47. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സം ഓഫ് സ്ക്വയേഴ്സ് 3 കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് ആണ് ആദ്യം ചെയ്യുന്നത്. ദാറ്റ് ഈസ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് divided by its degrees of freedom k minus 1, which is equal to 25.45 divided by k എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 minus 1, which is equal to 12.725. 12.725 എന്നുള്ള ആൻസറാണ് MST എന്ന് കിട്ടിയിരിക്കുന്നത്. Now MSE, mean sum of squares due to errors. That is SSE divided by its degrees of freedom. Errorന്റെ degree of freedom n minus k ആണ്, which is equal to 9.47 divided by n is 12 minus k is 3. ഡിവൈഡ് ചെയ്യുമ്പോൾ 1.052 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് കാൽക്കുലേറ്റഡ് ആസ് F is equal to MST divided by MSE, which is equal to 12.725 divided by 1.052. അത് ചെയ്തപ്പോൾ ആൻസർ ഈസ് 12.096. ഇതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കിട്ടിയത്. ഇനി നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ ആണ് എഴുതുന്നത്. ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ഈക്വൽ ടു എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൾഫ. അപ്പോൾ എഫ് ആൾഫ കണ്ടുപിടിക്കുന്നത് ആൾഫ എന്ന് പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം k-1, n - kയിലുമാണ്. അപ്പോൾ ഇവിടെ k-1 എന്ന് പറയുമ്പം ഈ കേസിൽ അത് 3 - 1 2 ആണ്, ആൻഡ് n - k എന്ന് പറയുമ്പം 9 ആണ്. അപ്പോൾ ഇത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ 0.05 നമ്മൾ കാണാൻ പോകുന്നു. അപ്പോൾ നമ്മൾ എഫ് ടേബിൾസ് എടുക്കുക. അതിൽ n1 അത് പറയുന്നത് ഫസ്റ്റ് 2-ലും 9-ലും ആണ് നോക്കേണ്ടത്. അപ്പോൾ 2-ൽ ഫസ്റ്റ് 2-ലും പിന്നെ 9-ലും നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ 4.26 ആണ്. ടേബിൾ വാല്യൂ ഈസ് 4.26. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 12.096, which is greater than the table value 4.26. അപ്പം നമ്മൾ എന്ത് ചെയ്യണു? H0നെ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ H0 ദേ ആർ ഈക്വലി എഫിഷ്യൻ്റ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പം ദ മെഷീൻസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിയത്. പിന്നെ നമ്മൾ ഒരു അനോവ ടേബിൾ കൂടി വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ANOVA table, sources of variation, treatment, error, degrees of freedom എഴുതണം, sum of squares, mean sum of squares, F and F alpha എഴുതണം. അപ്പം ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ മെഷീൻസ് ആണ്. ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ എന്താണ്? മെഷീൻസ് ആണ്. ആൻഡ് k-1 എന്ന് പറയുന്നത് k is equal to നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 മെഷീൻസ് ആണുള്ളത്. അപ്പോൾ k is equal to 3 and n is equal to 12. But degrees of freedom of the treatment is k-1, which is equal to 2. And error degree of freedom n minus k ആണ്, which is equal to 9. Total degree of freedom is n minus 1, which is 11. SST is equal to 25.45 and SSE is equal to 9.47. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ആണ്. MST is equal to 12.725 and MSE is equal to 1.052. And F is MST divided by MSE, which is obtained as 12.096. നമ്മൾ കണ്ടിരിക്കുന്നത് എഫ് ആൽഫയുടെ സ്ഥാനത്ത് 0.05 ആണ് നോക്കിയിരിക്കുന്നത്. അതായത് 2,9 നോക്കിയിരുന്നത്. കിട്ടിയിരിക്കുന്ന ടേബിൾ വാല്യൂ 4.26 ആണ്. ഇത് നോക്കിയാൽ തന്നെ അറിയാം എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ. അതുകൊണ്ടാണ് നമ്മൾ റിജക്റ്റ് H0 എന്ന് പറഞ്ഞ കൺക്ലൂഷനിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്.